നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ക്ലൈമാക്സ് വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്ന വേദയുടെ വിക്രത്തിന്റെയൊക്കെ അവസാന ഭാഗമാണ് നാളെ കാണുന്നത്. ഇനിയിപ്പം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മെയ് 18-നായിരിക്കും വീണ്ടും വേദയുടെ വിക്രത്തിന്റെ രണ്ടാം ഭാഗം തുടങ്ങുന്നത്. അങ്ങനെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ് നാളെ ഒരു ദിവസം കൊണ്ട്. ഉടനെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വേദ ഒരമ്മയാകാനായിട്ട് പോവുകയാണ്. പക്ഷെ ഈ സന്തോഷ വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പം വേദയ്ക്ക് വിക്രത്തിനെ കാണണം തോന്നി. വിക്രത്തിനെ കുറിച്ച് ഒരു അറിവും വേദയ്ക്ക് ഉണ്ടായിരുന്നില്ല. മേരി അതുപോലെ ഗീവറീസും ഒക്കെയാണ് അവരൊക്കെ ചേർന്നിട്ടാണ് വേദയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ വേദ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. എത്ര ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. വിക്രം ഇത് തന്നെ ആഗ്രഹിച്ചിരുന്ന. പക്ഷെ ഈ സന്തോഷ വാർത്ത പറയാനായിട്ട് വിക്രം ഇവിടെ ഇല്ലല്ലോ എന്നൊരു കാര്യം. പക്ഷെ അനിയൻകുട്ടൻ മരിച്ച കാര്യങ്ങളൊന്നും വേദ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് സേതുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അങ്ങനെ കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണം സേതു ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും സേതു ശരിക്കും ഞെട്ടിപ്പോയി. സന്തോഷമാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. എന്തിനാന്നുള്ള കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശരിക്കും ഞെട്ടുന്നത്. ചന്ദ്രശേഖരനെ കൊന്ന കേസിലാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്ലാന്റേഷൻ മാനേജർ നേരത്തെ ഉണ്ടായിരുന്ന ജോബി, അയാളൊരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അനിയൻകുട്ടനെ കൊന്നത് വിക്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സേതുവിന് ഉറപ്പുണ്ടായിരുന്നു വിക്രം അല്ലാതെ ചെയ്തതെന്ന്. അത് ചെയ്ത് ഈ പറയുന്ന അയാളാണ് ചന്ദ്രശേഖരനാന്നുള്ള കാര്യം സേതു കണ്ടതുമാണ്. പക്ഷെ അതിപ്പം പറയാനായിട്ടുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. പിന്നീട് സേതു ഇത് ഗിയർ വറീസിനോടൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മേരി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വേദയോട് ഈ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പറയുമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അത് ശരിയാ, ആ കുട്ടിയോട് ഇപ്പോൾ ഇത് പറയാൻ പറ്റില്ല. ആ കുട്ടിയുടെ മനസ്സിനെ താങ്ങാനും പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ വേദ അവിടേക്ക് എഴുന്നേറ്റ് വരണ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു നിമിഷം വേദ ഞെട്ടിപ്പോയി. വേദ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഭ്രാന്ത് പിടിക്കുന്ന പോലെ വേദയ്ക്ക് തോന്നി. ഈ സമയത്ത് മേരി തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേദയെ കണ്ടു. വേദ അത് കേട്ടെന്നുള്ള കാര്യം മനസ്സിലായി. പെട്ടെന്ന് മേരി വന്ന് വേദയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് അച്ഛൻ്റെ അടുത്തേക്ക് വേദ എല്ലുവാണ്. വേദയെന്ന് അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും മോളെ, എന്ത് വന്നാലും കർത്താവ് നിന്നോടൊപ്പം ഉണ്ട്, നിന്നെ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. കാരണം വേദയ്ക്കറിയാം ശ്രീകാന്ത് കുടുക്കിയതാണ് വിക്രത്തിന്. അങ്ങനെയാണെങ്കിൽ ആ ശ്രീകാന്ത് തന്നെയും വെറുതെ വിടത്തില്ല. സ്വത്തുക്കൾ കൈയടക്കാനായിട്ട് തന്നെ ഇല്ലാതാക്കുന്നുള്ള കാര്യം അറിയാം. വേദ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, നിനക്കൊരു പോറൽ പോലും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അച്ഛൻ ഉറപ്പ് കൊടുത്തു. വേദയ്ക്ക് ഇപ്പം നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. പോയിട്ടുണ്ടെങ്കിൽ വേദയെ ശ്രീകാന്തിൻ്റെ ആൾക്കാർ ഗുണ്ടകൾ പിടികൂടും. ശ്രീകാന്ത് വെറുതെ വിടില്ല എന്നുള്ള കാര്യം വേദയ്ക്കറിയാം. സ്വന്തം ചോരയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പിന്നീട് വിക്രത്തിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ടി വിക്കകത്തൊക്കെ വരുവാണ്. അപ്പോഴാണ് മാഷും കമലയൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയണേ. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. വിക്രം ഒരാളെ കൊല്ലുക, അതും വർഷയുടെ അച്ഛനെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവും? അതുപോലെ തന്നെ ദർശൻ്റെ അച്ഛനും കൂടെയാണ് ഈ പറയുന്ന ചന്ദ്രശേഖരന്. അയാൾ വെറുതെ ഇരിക്കുമോ? കാരണം തൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ വിക്രത്തിനെ അയാൾ വെറുതെ വിടുമോ? അയാൾ ബാധിക്കുമല്ലോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു മനസ്സിൽ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിറ്റേ ദിവസം പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ മാഷും അവരൊക്കെ അങ്ങോട്ട് കോടതിയിലേക്ക് ചെല്ലുവാണ്. ചെല്ലുന്ന സമയത്ത് ശങ്കരനാരായണൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ശങ്കരനാരായണൻ അറിയാം ഇതിൻ്റെ പിന്നിലെ കളികൾ ശ്രീകാന്തിൻ്റെയാണ്. ശ്രീകാന്ത് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. അനിയൻകുട്ടൻ വന്ന് മൊഴി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അനിയൻകുട്ടനെ തീർത്താന്നുള്ള കാര്യം ശങ്കരനാരായണന് മനസ്സിലായി. പിന്നീട് ശങ്കരനാരായണൻ വന്ന് മാഷിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്ന സമയത്ത് കമല പറഞ്ഞു, സാറേ, എൻ്റെ മോൻ അങ്ങനെ ഒരിക്കലും ആരെ കൊല്ലില്ല, അങ്ങനെ ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, എനിക്കറിയാം, അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷേ വേദയെക്കുറിച്ച് അവർക്ക് ആർക്കും ആ സമയത്തൊരു വിവരം ഉണ്ടായിരുന്നില്ല. വേദ എവിടേക്ക് പോയത് എന്താണെന്നും അറിയത്തില്ല. എല്ലാവരുടെയും മനസ്സിൽ അപ്പോൾ വിക്രവും അനിയൻകുട്ടനൊക്കെ ആയിരുന്നു ഒരു കൊലപാതകമല്ലേ നടന്നിരിക്കുന്നത്. അപ്പോൾ വിക്രത്തെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും ആയിരുന്നു എല്ലാവരും. വേദ ഗർഭിണിയാന്നുള്ള കാര്യങ്ങൾ അവരൊട്ട് അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നീട് ശങ്കരനാരായണനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സാരമില്ല, അവരൊന്നും സംഭവിക്കില്ല വിക്രത്തിന്, അവരെ നമുക്ക് രക്ഷപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ശങ്കരനാരായണൻ അങ്ങോട്ട് ചെന്നു. ശങ്കരനാരായണൻ ചെന്ന് വിക്രത്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വിക്രത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം വിക്രത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനാണ് ഇപ്പം ശിക്ഷ അനുഭവിക്കുന്നത് എനിക്കറിയാം. വിക്രം കൂടുതലൊന്നും പറയേണ്ടതില്ലെന്ന് പറഞ്ഞു. വിക്രത്തിന് എന്തോ മനസ്സിനൊരു സമാധാനമായി. തന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടല്ലോ, പിന്നെ തൻ്റെ അച്ഛനും അമ്മയും
അവരൊരിക്കലും തന്നെ അവിശ്വസിക്കില്ലെന്നറിയാം. പക്ഷെ ആ സമയത്തും വിക്രത്തിന്റെ കണ്ണുകൾ തെരഞ്ഞ വേദയാണ്. പക്ഷെ വേദ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിക്രത്തിനെ ഒന്ന് കാണണം, കോടതി ഹാജരാക്കുന്നുള്ള കാര്യം വേദയ്ക്കറിയാം. വേദ എന്ത് ചെയ്തു? ഒരു സാരി തലപ്പം കൊണ്ട് മുഖമൊക്കെ മറച്ച് അവിടെ പമ്മി വന്ന് നിൽക്കുകയാണ്. കാരണം വിക്രത്തിനൊന്ന് കാണണമെന്ന് അതിയായ ഒരു മോഹം ഉണ്ടായിരുന്നു. തൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനാണത്. എല്ലാവരും കൂടെ കുഴഞ്ഞ് ചേർന്ന് ചതിച്ച് വിക്രത്തിനെ ജയിലിലടയ്ക്കാനായിട്ട് പോവാണ്. പക്ഷെ എന്തൊക്കെ വന്നാലും ശരി, താൻ ഈ കുഞ്ഞിനെ വളർത്തും. എല്ലാവരുടെ മുന്നിലേക്ക് താൻ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല. പോരാത്തതിനും എല്ലാത്തിനും അവകാശം ഈ കുഞ്ഞാണ്, തൻ്റെ വയറ്റി വളർന്ന കുഞ്ഞാണ്. ഇവനെ താൻ വളർത്തിക്കൊണ്ടുവന്ന് എല്ലാ അവകാശങ്ങളും ഇവന് വാങ്ങിച്ചു കൊടുക്കും എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്തും വേദയുടെ മനസ്സിൽ. വിട്ടുകൊടുക്കാൻ വേദ തയ്യാറായിരുന്നില്ല. മൈക്കിളച്ചൻ വേദയ്ക്ക് ഒരു ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആരും അറിയത്തില്ലാത്തൊരു സ്ഥലത്ത് വേദയുടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അച്ഛാ എനിക്ക് ഈ കുഞ്ഞിനെ വളർത്തണം. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചൊക്കെ. ഒരു പക്ഷേ താൻ അവരുടെ മുന്നിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് ഈ കുഞ്ഞിനെ ജീവനോടെ കിട്ടത്തില്ല. അതുകൊണ്ട് എവിടെയായാലും ആരും അറിയത്തില്ലാതെ കഴിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് വേദ മൈക്കിളച്ചൻ്റെ അറിവോട് കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറുന്നത്. ഈ സമയത്ത് വിക്രത്തെ കോടതി റിമാൻഡ് ചെയ്ത് നേരെ ജയിലിലേക്ക് വിടുവാണ്. വേദയ്ക്ക് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയും വിക്രം നിരപരാധിയാണെന്നറിഞ്ഞ് പുറത്തു വരണം. പക്ഷേ എങ്കിൽ അതിന് സാക്ഷികളും തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ വേദയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. പിന്നീട് ശങ്കരനാരായണൻ ദർശനെ പോയി കാണുന്നുണ്ട്. ദർശനെ പോയി കണ്ടിട്ട് ദർശനോട് കാര്യങ്ങളൊക്കെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്. ചന്ദ്രശേഖരൻ ചെയ്ത കാര്യങ്ങളൊക്കെ. ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ ചേർന്നിട്ടാണ് പുളിക്കിനെ ഇല്ലാതാക്കിയത്. അത് അനിയൻകുട്ടൻ അറിയായിരുന്നു. അതുകൊണ്ട് അനിയൻകുട്ടനെ ഇല്ലാതാക്കിയതെന്നുള്ള കാര്യം സേതു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദർശനം തോന്നി, ചിലപ്പോൾ ശരിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ. എല്ലാം ചെയ്ത് ശ്രീകാന്തും തൻ്റെ അച്ഛനും ചേർന്നിട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ദർശന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? മാത്രമല്ല ശ്രീകാന്തിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു ശങ്കരനാരായണൻ. ഒരു നിമിഷം പോലും ആ വീട്ടിൽ കഴിയാനായിട്ട് അവന് അനുവദിച്ചില്ലായിരുന്നു ശങ്കരനാരായണൻ. അല്ലെങ്കിൽ ഇനി അവിടെ താമസിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ശ്രീകാന്ത് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സ്വന്തം സഹോദരിയുടെ ജീവിതം തല്ലി തകർത്ത് സ്വത്തുക്കൾ കൈയടക്കാൻ ശ്രമിച്ചവനല്ലേ അവന്. അങ്ങനെ ശ്രീകാന്ത് പിന്നീട് വർഷയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. പക്ഷേങ്കിൽ ദർശന് ദേഷ്യം വരുന്നു ശ്രീകാന്തിനോടൊക്കെ. കാരണം ഈ പരിപാടികളെല്ലാം ഒപ്പിച്ച ശ്രീകാന്ത് എല്ലാവരും കൂടി ചേർന്നിട്ടാണല്ലോ. പിന്നീട് ദർശൻ എന്ത് ചെയ്തു? വിക്രത്തെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നിരപരാധിയാണെങ്കിൽ അവനെ രക്ഷിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. സേതു തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഗീവർഗീസും അച്ഛനും അവരൊക്കെ കോടതി വന്ന് സാക്ഷിമൊഴികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചപ്പോൾ അവരും പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ പറയുന്ന ജോബി മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജോബിയുടെ മൊഴിയും കോടതി വിലക്കെടുത്തു. പക്ഷേങ്കിൽ ഈ സമയത്ത് സന്തോഷം കൂട്ടരുമൊക്കെ വിക്രത്തെ രക്ഷിക്കാനായിട്ട് എത്തുന്നുണ്ട്. കാരണം വിക്രം അവർക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തു കൊടുത്തല്ലേ. അപ്പോൾ വിക്രത്തെ രക്ഷിക്കാനായിട്ട് ഈ പറയുന്ന മാഷിൻ്റെ കമലയോടൊപ്പം അങ്ങനെ അവനും ചേരുന്നുണ്ട്. ഒടുവിൽ വിക്രം നിരപരാധി എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുവാണ്. പക്ഷേ ഈ സമയത്തെല്ലാം വേദ ഒളിവിൽ കഴിയുമായിരുന്നു. കാരണം തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തണമെന്ന് ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേദയ്ക്ക്. പക്ഷെ വിക്രത്തിന് അറിയണ്ടായിരുന്നില്ല വേദ ആണെന്നും താനൊരു അച്ഛനാകാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. വേദ അത് പറഞ്ഞതുമില്ല. ഒരു കാരണവശാലും അത് പുറത്ത് പറയില്ല. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഒടുവിൽ വേദ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം നിരപരാധിയായിരുന്നു കണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പുറത്തിറക്കി ഇറങ്ങുന്ന വിക്രത്തിന് സന്തോഷ വാർത്ത കിട്ടുന്ന വേദയുടെ അമ്മയായെന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശങ്കരനാരായണനൊക്കെ വേദയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും വിവരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒടുവിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ശ്രീകാന്തിന് പണി കിട്ടും. അതിന് രണ്ടാം ഭാഗത്തിലായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി നാളെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ വേദയുടെയും വിക്രത്തിൻ്റെയും കഥ ആദ്യഘട്ടം അങ്ങനെ അവസാനിക്കാൻ പോവുക. ആദ്യഘട്ടം അവസാനിച്ച രണ്ടാം ഘട്ടം ഉണ്ട് കേട്ടോ. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് മാത്രം. കാരണം എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര പെട്ടെന്ന് വേദയുടെ വിക്രത്തിൻ്റെ കഥ അവസാനിക്കുകയാണോ? ഇതിനു മുമ്പ് തുടങ്ങിയ എത്രയോ കഥകളുണ്ട്, അതൊക്കെ എന്താ അവസാനിക്കാത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ. പേടിക്കൊന്നും വേണ്ട, അധികം വൈകാതെ മിക്കവാറും രണ്ടാം ഭാഗം വരും. അത് വേദ വിക്രത്തിൻ്റെ കുഞ്ഞിനെയുമായിട്ടായിരിക്കും വരുന്നത്. ഇനി പ്രതികാര ചിന്തയോടെ വരുന്ന വേദയായിരിക്കും രണ്ടാം ഭാഗത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.